ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്ത് സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 6. ശുബ്ഹാത്തുൻ വ ജവാബുഹ, ചില സംശയങ്ങൾ അല്ലെങ്കിൽ ശുബ്ഹത്തുകൾ, അതിനുള്ള മറുപടികളും. ذلك ما كنت كتبته منذ 10 سنوات في مقدمة هذا الكتاب. ഈ കിതാബിൻ്റെ മുഖദ്ദിമയിൽ 10 വർഷം മുമ്പ് ഞാൻ എഴുതിയത്. വഖദ് ളഹറ ലനാ ഫി ഹാദിഹിൽ ബുർഹ, ഈ ഒരു ചുരുങ്ങിയ കാലത്തിനിടയിൽ നമുക്ക് വ്യക്തമായി അന്നഹു കാന ലഹാ തഅ്തീറുൻ ത്വയ്യിബുൻ, അതിന് നല്ല പ്രതിഫലനമുണ്ടായിട്ടുണ്ട്. ഫി സുഫൂഫി ഷബാബിൽ മുഅ്മിൻ, സത്യവിശ്വാസികളായ യുവാക്കൾക്കിടയിൽ. ഫി ഇർഷാദിഹിം ഇലാ വുജൂബിൽ ഔദതി ഫി ദീനിഹിം വ ഇബാദത്തിഹിം ഇലൽ മംബഇ സ്വാഫി മിനൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആ ശുദ്ധമായിട്ടുള്ള ഉറവിടത്തിലേക്ക് അവരുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ മടങ്ങൽ നിർബന്ധമാണ് എന്നതിലേക്കുള്ളൊരു മാർഗദർശനം. അതായത് അൽ കിതാബു വസുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, ഇതിലേക്കാണ് മടങ്ങേണ്ടത് എന്നത് ഈ 10 വർഷത്തെ ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ കിതാബ് പ്രകാരം ബോധ്യമായിരുന്നത്. പലർക്കും അത് വ്യക്തമായിട്ടുണ്ട് എന്ന്. ഫഖദ് ഇസ്ദാദ ഫീഹിം അൽഹംദുലില്ലാ അൽ ആമിലൂന ബിസ്സുന്ന, അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും. സുന്നത്ത് പ്രകാരം അമൽ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വൽ മുതഅബ്ബിദൂന ബിഹ ഹത്താ സ്വാറു മഅറൂഫീന ബിദാലിക്, അതിനെ സംബന്ധിച്ച് ശരിക്ക് അറിവുള്ളവരായി മാറിയിട്ടുണ്ട് ആളുകൾ. വൈറ അന്നി ലമസ്തു മിൻ ബഅദിഹിം തവഖുഫൻ, എന്നാൽ ഇതൊഴികെ അവരിൽ ചിലരിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അനിൽ ഇന്തിഫാഇ ഇലൽ അമലി ബിഹ, തവഖുഫൻ അനിൽ ഇന്തിഫാഇ ഇലൽ അമലി ബിഹ, കിതാബും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യുന്നതിൽ നിന്ന് അതിലേക്ക് ധൃതിപ്പെടുക എന്നതിൽ ഒരു തവഖുഫിൻ്റെ സമീപനം, അങ്ങനെ വേണോ എന്നുള്ള ഒരു തവഖുഫിൻ്റെ സമീപനം സ്വീകരിക്കുന്ന ചിലരുണ്ട്. ലാ ശക്ക ഫി വുജൂബി ദാലിക്, അത് നിർബന്ധമാണ് എന്നതിൽ സംശയമില്ല. ബഅദ മാ സുഖ്ന മിനൽ ആയാതി വൽ അഖ്ബാരി അനിൽ അഇമ്മത്തി ഫിൽ അംരി ബിൽ റുജൂഇ ഇലൈഹ, കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന് ഇമാമുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ നാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ. വലാക്കിൻ ലി ശുബ്ഹാത്തിൻ യസ്മഉനഹാ മിൻ ബഅദിൽ മശായിഖിൽ മുഖല്ലിദീൻ, ചില മുഖല്ലിദീങ്ങളായ ഷെയ്ഖുമാരുടെ അവരുടെ പക്കൽ നിന്നുള്ള ചില ശുബ്ഹാത്ത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ കിതാബും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യാൻ ഒരു വിമുഖത കാണിക്കുന്നത്. ഇക്കാരണത്താൽ റഅയ്തു അൻ അതഅറദ ലിദിക്രിഹ, ആ ശുബ്ഹാത്ത് ഈ ഷെയ്ഖുമാർ പറയുന്ന ശുബ്ഹാത്ത് പരാമർശിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. വറദ്ദു അലൈഹ, അതേപോലെ അതിനുള്ള ഖണ്ഡനവും. ലഅല ദാലികൽ ബഅദ് യന്തഫിഉ ബഅദ ദാലിക ഇലൽ അമലി ബിസ്സുന്നത്തി മഅൽ ആമിലീന ബിഹ. അപ്പോൾ ഈ മറുപടികൾ വ്യക്തമായ ശേഷം ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അതിലേക്ക് ഉളരാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അറച്ചു നിൽക്കുന്നവർ അതിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നവരോടൊപ്പം അവരും അമൽ ചെയ്യാൻ, ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യാൻ മുന്നോട്ട് വന്നേക്കാം. ഫയകൂനു മിനൽ ഫിർഖത്തിൻ നാജിയത്തി ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം അവർ ഫിർഖത്തുൻ നാജിയത്തിൽ പെടുന്നതിന് വേണ്ടിയിട്ടും. എന്നിട്ട് ഒന്നാമത്തെ ശുബ്ഹത്ത് വരാം. ഇവിടെ ഈ കിതാബ് എഴുതി 10 വർഷത്തിന് ശേഷം ഇതിൻ്റെ മുഖദ്ദിമയുടെ കാര്യം പറഞ്ഞല്ല, ആ ബുർഹത്ത് എന്ന് പറഞ്ഞത് ആ പീരീഡ്, ആ പറഞ്ഞ പീരീഡ് ഐ ബഅദ തിബാഅത്തി വനശ്രി മത്നി സിഫത്തു സലാത്തിൻ, ഈ സിഫത്തു സലാത്ത് എന്നുള്ള ഈ കിതാബിൻ്റെ മത്തിന് പ്രസിദ്ധീകരിച്ച ശേഷം തഖ്രീജിഹിൽ മുഖ്തസർ, അതിൻ്റെ മുഖ്തസർ തഖ്രീജ് ആയിട്ടുള്ള മുഖ്തസർ അതും പ്രസിദ്ധീകരിച്ച ശേഷം അതിലുള്ള ഹദീസുകളുടെ തഖ്രീജൊക്കെ. വമിൻഹു അളഫന ഹാദൽ ഫസ്ലൽ മുതമ്മിമ ലിൽ മുഖദ്ദമ, ഈ മുഖദ്ദമക്ക് ഒരു പൂർത്തീകരണം എന്നോണം ഈ ഫസ്ലും കൂടെ നമ്മളിതിലേക്ക് ചേർത്തതാണ്. അപ്പോൾ ഈ ഭാഗം പിന്നീട് ചേർത്തതാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി എന്താണ് ഒന്നാമത്തെ ശുബ്ഹത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ സംശയം എന്താണ്? ചില ഷെയ്ഖുമാർ പറഞ്ഞത് എന്താണ്? അതാണ് ആദ്യം ഉദ്ധരിക്കുന്നത്. കാലബാധം, അവരിൽ ചില ഷെയ്ഖുമാർ ഇങ്ങനെ പറഞ്ഞു,
ലാ ശക്ക അന്ന റുജുഅ ഇലാ ഹദീ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശുഊനി ദീനിന അംറുൻ വാജിബ്. നമ്മുടെ ദീനിൻ്റെ വിഷയത്തിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് മടങ്ങൽ നിർബന്ധമായ കാര്യമാണ് എന്നതിൽ സംശയമില്ല. ലാസിമ പ്രത്യേകിച്ച് ഫീമ കാന മിൻഹ ഇബാദത്തും മഹ്ള, അത് ഇബാദത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചു. ലാ മജാല ലിർറഈ വൽ ഇജ്തിഹാദി ഫിഹ, അപ്പോൾ അതിൽ ഇജ്തിഹാദിൻ്റെയും അഭിപ്രായത്തിനും അതിലൊരു മജാലുമില്ല, അതൊരു വഴിയില്ല. ലിഅന്നഹ തൗഖീഫിയ, അത് തൗഖീഫിയത്താണ്. കസ്വലാത്തി മസല, ഉദാഹരണത്തിന് നിസ്കാരം പോലെ. വലാക്കിന്ന, പക്ഷേ ഒരു വലാക്കിന്ന, പക്ഷേ ആ ചില ഷെയ്ഖുമാർ പറയാണ് ലാ നകാദു നസ്മു അഹദൻ മിനൽ മശായിഖിൽ മുഖല്ലിദീന യഅ്മുറു ബിദാലിക്. മുഖല്ലിദീങ്ങളായ ഷെയ്ഖുമാർ ആരും അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇത് മദ്ഹബ് പിന്തുടരാതെ ഈ കിതാബും സുന്നത്തും പിന്തുടർന്ന് അവർ ചെയ്യാന്നുള്ളത്. ബൽ നജിദുഹും യുഖിറൂനൽ ഇഖ്തിലാഫ, ഭിന്ന വീക്ഷണങ്ങളെ അംഗീകരിക്കുന്നതായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. വയസുഊന അന്ന തവസ്സുഅത അലൽ ഉമ്മത്തി അന്നഹു തവസ്സുഅത്തുൻ അലൽ ഉമ്മത്തി, ഈ ഭിന്നത എന്നത് ഉമ്മത്തിന് അതൊരു വിശാലതയാണ് എന്ന്, ഈ ഉമ്മത്തിന്. വയഹ്തജൂന അലാ ദാലിക ബി ഹദീസിൻ, ഒരു ഹദീസ് പ്രകാരമാണ് അവരതിന് തെളിവ് പറയുന്നത്. ത്വാലമ കററുഹു ഫി മിസ്ലി ഹാദിഹിൽ മുനാസബത്തി റാദ്ദീന ബിഹി അല അൻസാരി സുന്ന. അപ്പോൾ ഇത് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടൊരു ഹദീസാണ്. എന്താണ്? സുന്നത്തിൻ്റെ ഹദീസിൻ്റെ ആളുകളെ ഖണ്ഡിച്ചുകൊണ്ട് അവർ പറയാറുള്ളതാണ്. എന്ത്? ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ എന്നൊരു ഹദീസ്, എൻ്റെ ഉമ്മത്തിലെ അഭിപ്രായ വ്യത്യാസം, ഭിന്നവീക്ഷണങ്ങൾ അത് അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. അതേ സംബന്ധിച്ച് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയാണ് ഫയബ്ദു ലനാ അന്ന ഹാദൽ ഹദീസ് യുഖാലിഫുൽ മൻഹജ് അല്ലദീ തദ്ഉ ഇലൈഹി. അപ്പോൾ ഈ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്നുള്ള ഹദീസ് താങ്കൾ, അതായത് ഷെയ്ഖ് അൽബാനി പറയുന്ന മൻഹജിന് എതിരാണ്. കാരണം ഹദീസ് പറയുന്നത് എന്താണ്? എൻ്റെ ഉമ്മത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിന് അനുഗ്രഹമാണെന്ന് നബി പറഞ്ഞതാണല്ലോ. അപ്പം ഷെയ്ഖ് അൽബാനിയുടെ വീക്ഷണം തെറ്റാണെന്നുള്ളതാണ് ചില ഷെയ്ഖുമാർ പറയുന്നത്. അല്ലഫ്ത കിതാബ കഹാദ വഗൈറഹു അലൈഹി. അപ്പോൾ ഈ കിതാബും മറ്റ് കിതാബുകളൊക്കെ താങ്കൾ രചിച്ചത് അതിനെതിരാണ്. ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്നുള്ളതിനെതിരാണ്. ഫമാ ഖൗലുക ഫി ഹാദൽ ഹദീസ്. അപ്പോൾ ഈ ഹദീസിൽ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ശുബ്ഹത്ത്. അപ്പോൾ അതിനുള്ള വൽ ജവാബു മിൻ വജ്ഹൈൻ, ഇതിനുള്ള ജവാബ് രണ്ട് വജ്ഹ് പ്രകാരം അല്ല. ഒരു ഒന്നാമത്തത് അന്നൽ ഹദീസ് ലാ യസ്ഹു, ഈ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ, എൻ്റെ ഉമ്മത്തിലെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അത് സ്വഹീഹ് ഹദീസല്ല. ബൽ ഹുവ ബാത്തിലുൻ, അതൊരു ബാത്തിലായ ഹദീസാണ്, വ്യാജ ഹദീസാണ്. ലാ അസ്ല ലഹു, അതിനൊരു അടിസ്ഥാനമല്ല. ഖാലൽ അല്ലാമത്ത് സുബുക്കി, അല്ലാമ സുബുക്കി പറയുന്നു ലം അഖിഫ് ലഹു അലാ സനദിൻ സ്വഹീഹ്, ഇതിനൊരു ശരിയായ പരമ്പര ഞാൻ കണ്ടിട്ടില്ല. വലാ ദഈഫൻ, ദുർബലമായ പരമ്പരയും കണ്ടിട്ടില്ല. വലാ മൗദൂഇൻ, വ്യാജ പരമ്പരയും കണ്ടിട്ടില്ല. ഖുൽതു, ഞാൻ പറയുന്നു വഇന്നമാ റുവിയ ബിലഫ്ദിൻ, അതിങ്ങനെ ഒരു ലഫ്ദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇഖ്തിലാഫു അസ്ഹാബിലക്കും റഹ്മ, എൻ്റെ സഹാബിമാരുടെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് നബി പറഞ്ഞതായിട്ടൊരു റിപ്പോർട്ട്. അസ്ഹാബിക നുജൂം ഫബി അയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ്, അവരിലാരും നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ മാർഗദർശനം സിദ്ധിച്ചു എന്ന് നബി പറഞ്ഞതായിട്ടുള്ള ഇങ്ങനെ ഈ രണ്ട് റിപ്പോർട്ടുകൾ. കിലാഹുമാലായ സുഹു, ഈ രണ്ട് റിപ്പോർട്ടും എന്തല്ല സ്വഹീഹ് അല്ല. അല്ല, അവർ ഒന്നാമത്തത് വാഹുൻ ജിദ്ദൻ, വളരെ വാഹായിട്ടുള്ള റിപ്പോർട്ടാണ്. വലാഹർ, രണ്ടാമത്തത് മറ്റത് മൗദൂൻ, വ്യാജ ഹദീസാണ്. വഖദ് ഹഖഖത്തുൽ ഖൗല ഫി ദാലിക കുല്ലി ഫി സിൽസിലത്തിൽ അഹാദീസ് ദഈഫത്തി വൽ മൗദൂഅ റഖം 88, 89, 61. അപ്പോൾ ഈ നമ്പറുകളിൽ ഞാൻ സിൽസിലത്തിൽ അഹാദീസ് ദഈഫത്തി വൽ മൗദൂഅ, വ്യാജ നിർമ്മിതവും ദുർബലവുമായ ഹദീസുകളുടെ സിൽസില സംബന്ധിച്ചുള്ള എൻ്റെ ഗ്രന്ഥത്തിൽ ഞാനിത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അസാനി, രണ്ടാമത്തെ വിഷയം അന്നൽ ഹദീസ മാദൂഫിഹി, ആ ഹദീസ് ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ, എൻ്റെ ഉമ്മത്തിലെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണെന്ന് പറഞ്ഞത്, അത് അതിൻ്റെ ദുർബലതയോടൊപ്പം, ദുർബലത ഉണ്ടെന്ന് മാത്രമല്ല മുഖാലിഫുൻ ലിൽ ഖുർആനിൽ കരീം, ശുദ്ധ ഖുർആൻ എതിരുവാണ്. ഫഇന്നൽ ആയാത്തിൽ വാരിദത്തി ഫിഹി, ഇതിൽ വന്നിട്ടുള്ള ആയത്തുകൾ ഫിന്നഹി അനിൽ ഇഖ്തിലാഫി ഫിദ്ദീൻ, അതായത് എന്തിന്, ദീനിൽ അഭിപ്രായ ഭിന്നതകൾ വരുന്നതിലുള്ള നിരോധനം. വൽ അംരി ബിൽ ഇത്തിഫാഖ് ഫിഹി, ഏകോപനത്തിൽ വരാനുള്ള കൽപ്പനയും. അഷ്ഹറു ഇൻ അൻ തുദിക്കറ, അത്
പരാമർശിക്കുന്നതിനേക്കാളും വളരെ പ്രസിദ്ധമാണ്. വലാകിൻ ലാ ബഅസ മിൻ അൻ നസൂഖ ബഅദുഹാ അലാ സബീലിൽ മിസാൽ. ഉദാഹരണം നിലനിൽക്ക് ഞാൻ അതിൽ ചിലത് മാത്രം പറയാം. ഖാല അല്ലാഹു തആല പറയുന്നു, വലാ തനാസഉ ഫതഫ്ശലൂ വതദ്ഹബ റീഹുക്കും. നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ ഛിന്ന ഭിന്നമാകരുത്, അങ്ങനെയാ നിങ്ങളെ കാറ്റ് പോകും. അംഫാൽ 46 ഖാല അല്ലാഹു പറഞ്ഞു, വലാ തകൂനൂ മിനൽ മുശ്രികീൻ മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. സൂറത്തുർ റൂം 31-32 വലാ തകൂനൂ മിനൽ മുശ്രികീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകരുത്. ആ മുശ്രിക്കീങ്ങളെ പറ്റി പറയണം. മിനല്ലദീന ഫറഖൂ ദീനഹും, അവരുടെ ദീനിനെ അവർ വിഭജിച്ചു. വകാനൂ ശിയഅ, അവർ കുറേ കക്ഷികളായി മാറി. കുല്ലു ഹിസ്ബിൻ, ഓരോ കക്ഷിയും ബിമാ ലദൈഹിം ഫരിഹൂൻ, അവർക്ക് അവരുടെ ഭാഗത്തുള്ളത്, അവരുടെ പക്ഷത്തുള്ളത്, അവരുടെ മുന്നിലുള്ളത് അതുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് എന്ന്. വഖാല അല്ലാഹു തആല പറഞ്ഞു, വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക്. സൂറത്ത് ഹൂദ് 118-119 ആയത്തുകളിൽ എന്ത്, അവർ ഭിന്ന കക്ഷികളായി കൊണ്ടേയിരുന്നു നിന്റെ റബ്ബ് അനുഗ്രഹിച്ചവരൊഴികെ. അപ്പോൾ ഫൈദാ കാന മൻ റഹിമ റബ്ബുക ലാ യഖ്തലിഫൂൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചവർ അവർ ഭിന്ന വീക്ഷണക്കാരാവില്ല. വഇന്നമാ യഖ്തലിഫു അഹ്ലുൽ ബാത്തിൽ, ബാത്തിലിൻ്റെ ആൾക്കാരാണ് ഭിന്ന വീക്ഷണത്തിലാകുക. ഫകൈഫ യഅ്തിലു അൻ യകൂന ഇഖ്തിലാഫു റഹ്മ. അപ്പോൾ പിന്നെ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം റഹ്മത്താണ് എങ്ങനെ പറയും? ഫസബത, അപ്പോൾ സ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്ന ഹാദൽ ഹദീസ് ലാ യസ്ഹു, ഈ ഹദീസ് സ്വഹീഹല്ല. ലാ സനദൻ വലാ മത്തൻ, സനദ് പ്രകാരോ മത്തിന് പ്രകാരോ, അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ പരമ്പര, രണ്ടും പരമ്പര സനദ് രണ്ട് പ്രകാരം നോക്കിയാലും സ്വഹീഹല്ല. വഹീന ഇതിന് യതബയ്യനു ബിവുളൂഹിൻ, അപ്പോൾ വ്യക്തമായിട്ട് വെളിവാകും, എന്ത് കൃത്യമായിട്ട് അറിയും. അന്നഹു ലാ യജൂസു ഇത്തിഖാദുഹു, അപ്പോൾ അതിനെ സ്വീകരിക്കൽ അനുവദനീയമല്ല. ശുബ്ഹത്തൻ ലിത്തവഖുഫി അനിൽ അമലി ബിൽ കിതാബി വസുന്ന, കിതാബ് സുന്നത്തും പ്രകാരം അമൽ ചെയ്യുന്നതിന് അവിടെ ശങ്കിച്ച് നിൽക്കുക എന്നതിന് ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അല്ലതീ അമറ ബിഹി അൽ അഇമ്മ, ഇമാമുകൾ കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇമാമുകൾ പറഞ്ഞിട്ടുള്ള എന്താണ്? അഭിപ്രായ ഭിന്നത വന്നാൽ അവിടെ ഞങ്ങളുടെ അഭിപ്രായത്തിന് എതിരായിട്ട് ഖുർആനിലോ ഹദീസിലോ കണ്ടാൽ, പ്രമാണങ്ങൾ കണ്ടാൽ, സ്ഥിരപ്പെട്ട് ബോധ്യപ്പെട്ടാൽ എന്താണ്? അത് സ്വീകരിക്കണം എന്നതാണ്. ഞങ്ങളുടെ അഭിപ്രായത്തെ തള്ളിക്കളയണം, അതല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ആ സ്ഥിരപ്പെട്ട പ്രമാണത്തിലെ അഭിപ്രായമായിട്ട് മനസ്സിലാക്കണം എന്നതാണ്.